എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് പുട്ടുപൊടി വെച്ചിട്ടും ചെയ്യാം, പത്തിരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ പുട്ടുപൊടി ആവുന്ന സമയത്ത് കുറച്ചൊന്ന് ഹാർഡ് ആവുന്നുണ്ട്. അപ്പോൾ പത്തിരിപ്പൊടി ആണെങ്കിലാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളിത് ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ജാർ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പുട്ടുപൊടി ആണെങ്കിലും 1 കപ്പാണ്, പത്തിരിപ്പൊടി ആണെങ്കിലും നമുക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നമ്മുടെ പച്ചരീൻ്റെ ആ ഒരു പൊടിയാണ് കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടി വേറെ നമ്മൾ വാങ്ങുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ അല്ലാത്ത പച്ചരീൻ്റെ ആ ഒരു പൊടിയാണ്. അതേപോലെ തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇനി 1/2 കപ്പ് തേങ്ങയും പിന്നെ ഒരു 2 ഏലക്കായും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഈ സമയത്ത് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു വൈറ്റ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഷുഗർ ചേർത്തത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളതൊന്ന് അടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇത് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പം 1 കപ്പ് വെള്ളം എന്തായാലും നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചും കൂടി ഉള്ളൂ. അതും കൂടെ കൂട്ടിയിട്ട് ഞാനത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് അരഞ്ഞിട്ടുണ്ട്. ആ ഒരു തേങ്ങയും ആ ഒരു നമ്മുടെ പത്തിരിപ്പൊടിയും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നട്ട്സുകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ഇതൊക്കെ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എള്ളാണ്, അതേപോലെ തന്നെ കുറച്ച് കാഷ്യൂ, പിന്നെ ആ ഒരു 2 കളറിലുള്ള റേസിൻസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം പോരാ. ഇനി നമുക്ക് ഈ ഇത് ഓപ്ഷണലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 2 എണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും തേങ്ങയും നമ്മൾ മാത്രമാണെങ്കിലും മതി. അപ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ നല്ല ചെറുതാക്കിയാണ് ഇത് ആ ഒരു പഴത്തിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വലുതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്കിതൊന്ന് വഴറ്റിയും കൂടി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം കൂടെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ ഒന്ന് ആ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് പ്ലേറ്റിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ ഒരു 2 കളറിലുള്ള ഉണക്കമുന്തിരിയാണ്, അതും കൂടെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്ത് അതും ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് വീർത്തൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന എള്ളാണ്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പീനട്ട്സ് ഒന്നും വേണ്ട. ആ ഒരു പഴവും നമ്മുടെ തേങ്ങയും പിന്നെ കുറച്ച് ഏലക്കായും കൂടെ അല്ലെങ്കിൽ നമുക്ക് ജീരകമോ എന്തെങ്കിലും ഒന്ന് ഇട്ടും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ഇപ്പോൾ നട്ട്സ് ഇല്ലയെന്നുണ്ടെങ്കിലാണ് അങ്ങനെ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു പഴവും കൂടെ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് നമ്മൾ ആ പഴമൊക്കെ ഒന്ന് വാടി ഒന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്ലെയിമൊക്കെ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ ഒരു പഴം. അപ്പോൾ ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഷുഗർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ഒന്ന് കുറച്ച് ചീകിയിട്ടാലും മതി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ആ ഒരു പഴം ഒന്ന് നല്ലപോലെ വാടിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റീമറിനകത്ത് കുറച്ച് വെള്ളം ഒന്ന് വെക്കണം. നമുക്കിതൊന്ന് ആവിക്ക് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റീമർ ഇതുപോലത്തെ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇഡ്ഡലീൻ്റെ അതൊരിതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇതേപോലെ അങ്ങോട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ കേക്ക് ടിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റ് ആണെങ്കിലും മതി. നമ്മളിതുപോലെ ഒരു ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിനാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു സൈസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ് തന്നെയാണ് കേട്ടോ നല്ലത്. വേവാനും നല്ലതാണ്, നമുക്ക് കഴിക്കാനും കുറച്ച് കട്ടി കുറഞ്ഞതാണ് കേട്ടോ നല്ലത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലിപ്പം ഈ ഒരു സ്റ്റീമറിനകത്ത് ഇറങ്ങുന്നത് ഈ ഒരു അളവിലുള്ളൊരു ടിന്നുള്ളതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്സ് നമുക്കിതുപോലെ നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പകുതി മാത്രമാണ് കേട്ടോ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് നമ്മൾ വേറെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഒരു സാധനവും നമ്മൾ ചേർത്തിട്ടുമില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു ഫില്ലിങ്സ് നമുക്ക് ഇതുപോലെ നല്ലപോലെ നിറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആ ഒരു ബാറ്ററും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പകുതി ഒഴിച്ചിട്ട് ബാക്കി പകുതി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വറുത്തതിനകത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇതുപോലെ കുറച്ച് ആ ഒരു റേസിൻസും മാത്രം, ആ ഒരു ബ്ലാക്കും റേസിൻസ് മാത്രമാണ്. അത് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നേരെ നമുക്ക് ഇനി ഇത് ആ ഒരു സ്റ്റീമറിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ആവിക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതിനകത്ത് ആ ആവിൻ്റെ വെള്ളമൊന്നും ഇറങ്ങാതെ കുറച്ചും കൂടി ഒന്ന് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ വെച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഇനി നമുക്കിത് കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് തന്നെ വിട്ടു പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആ ഒരു നമ്മുടെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് തന്നെ പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ വിടിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇതൊന്ന് പ്ലേറ്റിനകത്തേക്ക് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഒന്നിങ്ങനെ വിട്ടു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്ക് ഇതൊന്നും അങ്ങോട്ട് കമിഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡിമോൾഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കതൊന്ന് തിരിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു വാഴയിലേൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഇതൊക്കെ വരും കേട്ടോ നമുക്ക് ഈ ഒരു ഇതിനകത്തേക്ക്. അപ്പോൾ അതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. നമുക്ക് വാഴയിലക്കകത്ത് ചോറൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുപോലെ നല്ലൊരു ഫ്ലേവറും കൂടെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടി വേണമെന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ കുറച്ചും കൂടെ വലിയൊരു പ്ലേറ്റൊക്കെയാണ് നമ്മുടെ പ്ലേറ്റിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിലാണ് കേട്ടോ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടുപൊടി വെച്ച് ചെയ്യുന്ന സമയത്തൊന്ന് കുറച്ചൊന്ന് ഹാർഡായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും ഇതിൻ്റെ നമ്മുടെ ഈ ഒരു റെസിപ്പീൻ്റെ ഉൾഭാഗമൊക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു നട്ട്സും ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലയെന്നാണെങ്കിൽ ആ ഒരു പഴവും തേങ്ങയും നമ്മളതുപോലെ കുറച്ച് ഏലക്കായൻ്റെ പൊടി മധുരം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലും അത് ഇതിൻ്റെ ഒരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഈ ഒരു നട്ട്സ് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.